Atomic mass unit. Mass of an atom is known as atomic mass. നമുക്കറിയാം, ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് പോലും കാണാൻ പറ്റത്തില്ല. അത്രയ്ക്കും മൈന്യൂട്ടായിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ആണ് എന്തെന്ന് പറയുന്നത് ആറ്റം. ഇപ്പോൾ മാസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ഒരാറ്റത്തിന്റെ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ 19th സെഞ്ചുറിയിൽ സയന്റിസ്റ്റ് ഒരാറ്റത്തിന്റെ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരെണ്ണത്തിന്റെ മാസുമായിട്ട് കമ്പയർ ചെയ്യുക ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അറ്റോമിക് മാസിനെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് അവർ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിരുന്നത് ഹൈഡ്രജൻ ആയിരുന്നു. ഇപ്പൊ നമ്മൾ സ്വർണ്ണക്കടയിൽ ചെന്ന് കഴിഞ്ഞ് ഒരു 500 മില്ലിഗ്രാം സ്വർണം നമുക്ക് തൂക്കിയെടുക്കണം. ഇപ്പോൾ ഇലക്ട്രോണിക് ബാലൻസ് വെച്ചാണ് നമ്മൾ വെയിറ്റ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ കുറെ നാളുകൾക്ക് മുൻപ് വരെ ബീം ബാലൻസ് വെച്ചായിരുന്നു നമ്മൾ വെയിറ്റ് കണ്ടുപിടിക്കുന്നത്. ഈ ബീം ബാലൻസിന് 2 പാനാണുള്ളത്. ഇപ്പൊ നമുക്ക് 1 ഗ്രാം സ്വർണ്ണമാണ് തൂക്കിയെടുക്കേണ്ടതെങ്കിൽ ഒരു പാനിലോട്ട് 1 ഗ്രാമിന്റെ വെയിറ്റ് ഇടും. രണ്ടാമത്തെ പാനിലോട്ടായിരിക്കും നമ്മുടെ ഗോൾഡ് വെക്കുന്നത്. എന്നിട്ട് ഈ 1 ഗ്രാമിന് നമ്മുടെ ഗോൾഡ് ഈക്വലായിട്ട് വരുന്നത് എപ്പോഴാണോ ആ ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന പൊസിഷൻ ആയിരിക്കും നമ്മൾ ആ ഗോൾഡിന്റെ വെയിറ്റ് ആയിട്ട് 1 ഗ്രാം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതേപോലായിരുന്നു ഒരാറ്റത്തിനെ വേറൊരാറ്റത്തിന്റെ വെയിറ്റുമായിട്ട് കമ്പയർ ചെയ്യുക ചെയ്യുന്നത്. ഹൈഡ്രജൻ ആയിരുന്നു നേരത്തെ എടുത്തിരുന്നത്. കാരണം ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റിന്റെ മാസ് 1 ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ എടുക്കുന്നത് കാർബൺ 12 ഐസോട്ടോപ്പിനെയാണ്. കാർബൺ 12 ഐസോട്ടോപ്പിന്റെ മാസ് വെച്ചാണ് നമ്മൾ ഇപ്പോൾ അറ്റോമിക് മാസ് യൂണിറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. അറ്റോമിക് മാസ് യൂണിറ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പോൾ കാർബൺ 12 ഐസോട്ടോപ്പിനെയാണ്. മാസ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് 12 ആണ്. എങ്കിൽ 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാർബണിന്റെ അറ്റോമിക് മാസ് ടോട്ടൽ എത്ര ആയിരുന്നു? 12. ഇതിനെ നമ്മൾ ഈക്വൽ 12 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 1 പാർട്ടിന്റെ മാസ് എന്ന് പറയുന്നത് 1 AMU ആയിരിക്കുമല്ലോ. ടോട്ടൽ 12 ആ വരുന്നത്. എങ്കിൽ 1 പീസ് എന്ന് പറയുന്നത് ഏതിനോട് ഈക്വൽ ആയിരിക്കും? 1 AMU. എങ്കിൽ നമുക്ക് 1 AMU എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? 1 AMU എന്ന് പറയുന്നത് ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ഇവിടെ കാർബണിന്റെ 12 ആണ്. ഇതിന്റെ 1/12 അല്ലേ വരുന്നത്? ടോട്ടൽ 12 പീസ് വരുന്നുണ്ട്. അതിൽ ഒരു പീസ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ 12 ഉള്ളതിൽ ഒരെണ്ണമാണല്ലോ 1 AMU എന്ന് പറയുന്നത്. എങ്കിൽ നമുക്ക് 1 AMU എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? 1 AMU is defined as 1/12th mass of carbon 12 isotope. കാർബൺ 12 ഐസോട്ടോപ്പിന്റെ മാസിന്റെ 1/12th ആണ് 1 AMU. So 1 AMU is defined as 1/12th mass of carbon 12 isotope. ഈ 1 AMUനെ തന്നെയാണ് നമ്മൾ 1U എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് മാസ്. AMU തന്നെയാണ് ഇപ്പോൾ യൂണിഫൈഡ് മാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എങ്കിൽ മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 16 AMU or 16U യൂണിഫൈഡ് മാസ് ആണ്. ഇത് 1 AMUന്റെ എത്ര ടൈംസിന് കാട്ടി കൂടുതലായിരിക്കും? 1 AMUന്റെ 16 ടൈംസ് കൂടുതലായിരിക്കും ഓക്സിജന്റെ മാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആവറേജ് അറ്റോമിക് മാസ്. ചില എലമെന്റ്സ് നേച്ചറിൽ ഒന്നിൽ കൂടുതൽ ഐസോട്ടോപ്പായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ആ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഐസോട്ടോപ്പിന്റെ എല്ലാം കൂടെ ആവറേജ് അറ്റോമിക് മാസാ എടുക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലോറിൻ. ക്ലോറിന്റെ 2 ഐസോട്ടോപ്പാണ്
chlorine 35 and chlorine 37. Isotope means atoms having same atomic number but different mass number. Atomic number same ആയിരിക്കും but mass number different. അങ്ങനെ വരുന്നതാണല്ലോ ഐസോട്ടോപ്പ്. ഐസോട്ടോപ്പ് ഓഫ് ക്ലോറിൻ ആണ് ക്ലോറിൻ 35 ആൻഡ് ക്ലോറിൻ 37. ഇതിൽ ക്ലോറിൻ 35 നേച്ചറിൽ 75.53% ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ക്ലോറിൻ 37 24.47%. ഈ കേസിൽ നമ്മൾ അറ്റോമിക് മാസ് കണക്കാക്കുന്നത് ആവറേജ് അറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ 35 ആൻഡ് ക്ലോറിൻ 37. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആവറേജ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. ആവറേജ് അറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ ഈക്വൽ, ക്ലോറിന്റെ രണ്ട് ഐസോട്ടോപ്പ് ഉണ്ടല്ലോ, ക്ലോറിൻ 37 ആൻഡ് 35. സോ ആവറേജ് അറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ ഈക്വൽ ഫസ്റ്റ് atomic mass of chlorine 37, atomic mass of chlorine 37 into percentage 24.47 by percentage 100 plus next inde edukka 35 mass of chlorine 35 into percentage of chlorine 35 75.53% by 100 which is equal to 26.41 plus 9.05 equal to 35.46. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 35.5. ഇതാണ് അറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ. നമ്മൾ അറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ എടുക്കുന്നത് 35.5 ആണ്. ഇപ്പം മനസ്സിലായല്ലോ എങ്ങനെയാണ് ക്ലോറിൻ്റെ അറ്റോമിക് മാസ് 35.5 ആയിട്ട് വന്നത്. ബിക്കോസ് in nature chlorine exists as chlorine 35 and chlorine 37 isotopes. അതുകൊണ്ട് നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ദ ആവറേജ് അറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ. ആവറേജ് അറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ ഈക്വൽ ഫസ്റ്റ് മാസ് ഓഫ് ക്ലോറിൻ 37, മാസ് ഓഫ് ക്ലോറിൻ 37 ഇൻറ്റു അതിൻ്റെ പെർസെൻറ്റേജ് 24.47%. സോ 24.47 by 100 plus mass of chlorine 35, mass of chlorine 35 into 75.53 by 100%. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ we get the value 35.5. This is the average atomic mass of chlorine. Okay. Next topic, molecular mass. Mass of one molecule is known as molecular mass. നമുക്ക് നോക്കാം എന്താണ് മോളിക്കുലാർ മാസ്, എങ്ങനെയാണ് ഒരു മോളിക്യൂളിന്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. എക്സാമ്പിൾ വാട്ടർ. Molecular formula of water is H2O. That means one molecule water contains 2 hydrogen atoms and 1 oxygen atoms. So molecular mass of water equal. നമ്മൾ വാട്ടറിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ പോവാം. ആദ്യമേ നോക്കേണ്ടത് എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഇതിനകത്തുണ്ടെന്നാണ്. നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് 2. നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻറ്റു മാസ് ഓഫ് 1 ഹൈഡ്രജൻ ആറ്റം. അടുത്ത എലമെന്റിലോട്ട് പോകുമ്പോൾ നമ്മൾ പ്ലസ് സൈൻ കൊടുത്തു. നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം into mass of 1 oxygen atom.
equal to number of hydrogen 2 into mass of one hydrogen 1 plus number of oxygen 1 into mass of one oxygen atom 60 equal to 2 plus 16 which is equal to 18. So molecular mass of water is 18. Then another example, H2SO4. Molecular mass നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. Molecular mass of H2SO4 equal എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? ആദ്യമേ ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. നമ്പർ ഓഫ് ഹൈഡ്രജൻ 2 into mass of one hydrogen 1 plus next element എടുക്കുകയാണ് സൾഫർ. നമ്പർ ഓഫ് സൾഫർ 1 into mass of sulfur 32 plus അടുത്ത എലമെന്റിലോട്ട് പോവാ ഓക്സിജൻ. നമ്പർ ഓഫ് ഓക്സിജൻ 4 into mass of one oxygen 60 equal 2 into 1 2 plus 1 into 32 32 plus 4 into 16 64 equal 98. This is the molecular mass of sulfuric acid. എങ്കിൽ ഒന്ന് ഡിഫൈൻ ചെയ്യാമോ വാട്ട് ഈസ് മോളിക്കുലാർ മാസ്? നമ്മളിവിടെ വാട്ടറിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ സമ്മായിരുന്നു? ഈ 2 റെപ്രസെന്റ് ചെയ്യുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ആയിരിക്കുമല്ലോ. മാസ് ഓഫ് ഹൈഡ്രജൻ പ്ലസ് മാസ് ഓഫ് ഓക്സിജൻ. അതായത് 1 മോളിക്യൂൾ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ 2 ഹൈഡ്രജനും ഉണ്ട് 1 ഓക്സിജനും ഉണ്ട്. ഇതിന്റെ ടോട്ടൽ മാസ് ആണല്ലോ മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ നമുക്ക് കിട്ടിയ 18. അതേപോലെ സൾഫ്യൂരിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ which contains 2 hydrogen 1 sulfur and 4 oxygen. Mass of hydrogen, total mass of hydrogen 2, mass of sulfur 32, mass of oxygen 64. മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ H2SO4ന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ചാൽ നമ്മൾ എങ്ങനെയായിരുന്നു? ഇതിനകത്തുള്ള എലമെന്റ്സിന്റെ ടോട്ടൽ മാസ് അല്ലേ നമുക്ക് 98 എന്ന് കിട്ടിയത്. എങ്കിൽ ഹൗ ക്യാൻ വി ഡിഫൈൻ molecular mass? What is molecular mass? Molecular mass is defined as sum of atomic masses of the elements present in a molecule. ഒരു മോളിക്യൂളിനകത്തുള്ള എലമെന്റ്സിന്റെ എല്ലാം അറ്റോമിക് മാസിന്റെ സം ആയിരിക്കും മോളിക്കുലാർ മാസ്.